GHFിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കൃഷി വീഡിയോ ആണ് കേട്ടോ. അടുപ്പിച്ച് വരുന്ന വീഡിയോകളിലൊക്കെ ഒരേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. അതേപോലെ തന്നെ ഗെറ്റപ്പും കാര്യങ്ങളെല്ലാം സെയിം തന്നെയായിരിക്കും. അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മളിപ്പം അത് നട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇതിൻ്റെ എല്ലാം വീഡിയോ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോഴത്തെ ചൂടും വെയിലും വേർപ്പിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഡ്രസ്സുകളൊക്കെ മാറി മാറി ഇട്ടുകൊണ്ട് വന്ന് ഇന്ന് അത് വീഡിയോയ്ക്ക് വേണ്ടി അത് ഇട്ടുകൊണ്ട് വന്ന് ഇന്ന് ചെയ്തും വെച്ച് കുട്ടിയപ്പാ പിന്നെ അത് മാറ്റി വീണ്ടും നട്ട് വയ്ക്കാനുള്ള സമയമൊന്നുമില്ല നമുക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിലാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഒരു അടുപ്പിച്ച് വരുന്ന വീഡിയോകളിലൊക്കെ തന്നെ ചിലപ്പോൾ ഒരേ ഡ്രസ്സുകൾ തന്നെ നിങ്ങൾ 3-4 വീഡിയോകളിലൊക്കെ കാണാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് സഹകരിക്കുക. നമുക്ക് കാണുന്നൊരു നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൃഷി വീഡിയോ എന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ നടാൻ പോകുന്നത് ചെറുകിഴങ്ങെന്ന് പറയുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നടുന്നതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ചാനലിൽ ഇതുവരെ ചെയ്യാത്തൊരു വീഡിയോ ആണ്. നമുക്ക് ഇഷ്ടംപോലെ കൃഷിയും കാര്യങ്ങളും ഉള്ളതാണ്, നല്ലപോലെ നമ്മൾ വളർത്തുന്നുമുണ്ട്. പക്ഷേ എന്നിട്ടും നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു വീഡിയോയും കൂടിയാണ് ചെറുകിഴങ്ങെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നനകിഴങ്ങ് അല്ലെ ചെറുകിഴങ്ങ് നടുന്നതിന് ആവശ്യമായിട്ട് ചെറിയൊരു കുഴി കുത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു തടം എടുത്തിട്ടുണ്ട്. അതിൽ ചെറുതായിട്ട് ഇതുപോലെ മണ്ണ് കൂമ്പൽ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് ഒത്തിരി വലിയ കുഴിയും അല്ലെങ്കിൽ അത്ര വലിയ തടമൊന്നും ആവശ്യമില്ല. നമ്മൾ ആ ഒരു രീതിയിൽ ചെറുതായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. വീഡിയോയിൽ എത്രത്തോളം വലുതായിട്ടോ ചെറുതായിട്ട് നിങ്ങൾക്ക് കാണുമെന്ന് എനിക്കറിയില്ല. നല്ലത് സാധനം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇതാണ് നമ്മുടെ നനകിഴങ്ങ് അല്ലെ ചെറുകിഴങ്ങ് എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത്. ഇത് തന്നെ 2 വെറൈറ്റി ഉണ്ട്. വലിപ്പം നീളം കൂടിയ ഒരു ടൈപ്പും ഉണ്ട്, അതേപോലെ തന്നെ കുറഞ്ഞൊരു ടൈപ്പ് കൂടി ഉണ്ടോ. സാധാരണ നമുക്ക് എപ്പോഴും ലഭ്യമാകുന്നത് ഈ തരത്തിൽ കാണുന്നതാണ്. അപ്പോൾ ഇതാണ് നടാൻ പോകുന്നത്. നമ്മൾ ആ സെൻട്രൽ ലൈൻ തടത്തിലേക്ക് നമ്മൾ ചെറുതായിട്ട് ഇതുപോലൊരു കുഴി എടുത്തതിന് ശേഷം അതിലേക്കാണ് നടുന്നത്. ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. നമ്മളത് അവിടുന്ന് കിളുത്ത് വന്നത് നമ്മൾ അവിടുന്ന് കളക്ട് ചെയ്തിട്ട് നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുകയാണ് ഇത് ചെയ്യുന്നത്. ആണല്ലേ, സൈഡിൽ നിന്നെല്ലാം അതേപോലെ തന്നെ മണ്ണിട്ട് ലെവൽ ചെയ്തേക്കുന്നു എന്നുള്ളതാണ്. ചെയ്തുണ്ടോ ഇതേ രീതിയിൽ അതിന് ഇതിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ കാണുന്നത് ഒരു ഹാർട്ട് ഷേപ്പ് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഇവയുടെ ലീഫ് കാര്യങ്ങൾ കാണുന്നത്. അതേപോലെ തന്നെ ഇവയുടെ തണ്ടിൽ ചെറുതായിട്ട് മുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നനകിഴങ്ങെന്ന് പറയുന്നത്. ഇതാണ് നടുന്നതും ഭാഗവും ഇത് തന്നെയാണ് കേട്ടോ. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇത് കൃഷി ചെയ്തിട്ട് വലിയ കാര്യമില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അത്രത്തോളം വലിയ വിപണന സാധ്യത അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ ആയിട്ടില്ല. ഇതിൻ്റെ ഏക ഉപയോഗം ഇപ്പോൾ കറൻ്റ് ഉള്ള ഏക ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് കാണുന്നതിൽ കാച്ചിൽ ചേനയൊക്കെ പുഴുങ്ങി തിന്നുന്ന പോലെ തന്നെ പുഴുങ്ങി മറ്റുള്ളവയുടെ കൂടെ അല്ലെങ്കിൽ ഇത് ഒറ്റയ്ക്കോ കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇതേപോലെ നമ്മളൊരു തടം എടുത്ത് സെൻറ്ററിൽ മണ്ണ് കൂട്ടിയിട്ട് അവിടെ അതിലേക്കൊരു ചെറിയ കുഴി കുത്തിയിട്ട് അവിടെ കാണുന്ന ഈ നമ്മുടെ കിഴങ്ങ് നടുന്നത്. ഇതിപ്പോൾ കിളുത്തുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് കിളുക്കാതെ തന്നെ ചെറിയ മുളപ്പോട് വന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് നടാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ നടിയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം വളവും കാര്യങ്ങളും കൊടുക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്താണെന്നൊരു ഒരു കിഴങ്ങ് നട്ടാൽ തന്നെ നമുക്ക് നമ്മുടെ വളവും അല്ലെങ്കിൽ നമ്മുടെ നടിയിൽ പരിപാലനവും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യത്തിനുള്ള കിഴങ്ങുകൾ ഇതിൻ്റെ ചോട്ടിൽ തന്നെ നമുക്ക് ഉണ്ടായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടിവളമായിട്ടുള്ള ജൈവവളം എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിട്ട് കൊടുക്കാവുന്നതാണ്. അത് നമുക്ക് ഓവറായിട്ടൊന്നും വേണ്ട, കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും. ഇപ്പം കണ്ടില്ലേ, നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട്. അതും നമ്മൾ ഒന്നും തന്നെ നടുന്ന ഇതിനോട് ചേർത്ത് അല്ലെങ്കിൽ എൻ്റെ മൂടിനോട് ചേർത്ത് ഇടാറില്ല. അതെല്ലാം തന്നെ ഈ സൈഡ് ഭാഗത്ത് അല്ലെങ്കിൽ സൈഡ് ഭാഗത്താണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. കണ്ടില്ലേ, അതിനുശേഷം നമ്മളൊരല്പം എല്ലുപൊടി ഇടുന്നു. രണ്ടാമത്തേതിലും അതുപോലെ തന്നെയാണ് കേട്ടോ. അത് രണ്ടിലും നമ്മൾ ഒരല്പം എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അന്നൊരിൽ കരിയില ഇട്ട് കൊടുക്കണം, അതേപോലെ തന്നെ മണ്ണടിപ്പിച്ച് കൊടുക്കണം എന്നുള്ളതാണ് പരിപാടി. അതിനുശേഷം ഇതുപോലെ വള്ളി വീശി തുടങ്ങുമ്പോൾ നമ്മൾ താങ്ങ് ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ കയറിൽ കൂടി ഇതിനെ പടത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും അടുത്തുള്ള ചെറിയ മരത്തിലേക്ക് കയറ്റി വിടുകയാണ് ചെയ്യേണ്ടത് പ്രധാനമായിട്ടും. ഇതിപ്പോൾ ഓൾറെഡി ഇതിന് വള്ളി വീശിയിട്ടാണ് വന്നേക്കുന്നത്, അതായത് കിളിപ്പ് വന്ന് തുടങ്ങിയതാണ്, വള്ളി വീശിയതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളിതിനെ കമ്പ് നാട്ടിയും വെച്ച് ഇതിനെയും കൂടി ആ കമ്പിൽ ചുറ്റിയെടുക്കേണ്ട പരിപാടി കൂടിയുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കാച്ചിലൊക്കെ വലത്തോട്ട് ചുറ്റി കയറുമ്പം ഇതാണെങ്കിൽ ഇടത്തോട്ടാണ് ചുറ്റി കയറുന്നത്. അപ്പോൾ അത് കമ്പ് നാട്ടിയതിന് ശേഷം നമ്മൾ ഇടത്തോട്ട് ചെയ്തിട്ട് വേണം ഇതിനെ ചുറ്റിയെടുക്കാൻ. അപ്പോൾ അതേപോലെ തന്നെ ഇത് ഇപ്പം കിളുത്ത് വന്നേക്കുന്നതുകൊണ്ടാണ് കരിയിൽ ഇതുപോലെ ഇട്ടിരിക്കുന്നത്. നിങ്ങൾ കിഴങ്ങാണ് വെക്കുന്നത്, ഒരു കിളിപ്പ് വരാത്ത അല്ലെങ്കിൽ ചെറിയ കിളിപ്പുള്ള കിഴങ്ങാണ് വെക്കുന്നതെന്നൊരിൽ അതിൻ്റെ മുകളിലേക്ക് ഈ കരിയില വരാൻ പാടില്ല, കരിയില മാറ്റി കൊടുക്കണം. കാരണം കരിയില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കിളിപ്പ് ആ കരിയിലെ തട്ടിയിട്ട് ഒരു മിനിറ്റ് അതിൻ്റെ കിളിപ്പ് കരിയിലെ തട്ടിയും വെച്ച് അവിടെ തന്നെ ഇങ്ങനെ ചുരുണ്ട് കിടക്കത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കി കൊടുക്കണം. കരിയില അതിൻ്റെ മണ്ടയ്ക്കിടാതെ മാറ്റി കൊടുത്തിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടി. ഇത്തരത്തിന് ശേഷം മണ്ണ് വെട്ടിക്കൂട്ടി നമുക്ക് കൂനയാക്കാവുന്നതാണ്. കരിയില മണ്ടയ്ക്ക് നല്ല രീതിയിൽ തന്നെ മണ്ണിടുക, സെൻറ്ററിലേക്ക് ഒത്തിരി മണ്ണ് വരാത്ത രീതിയിൽ ശരിയാക്കിയാൽ മതി.
അപ്പോൾ അതേണ്ട നമ്മൾ നട്ടതിന് ശേഷം തലപ്പ് വന്നതായതുകൊണ്ട് തന്നെ നമ്മൾ കമ്പ് ഷാർപ്പ് ചെയ്ത് ഒരു സൈഡ് ഷാർപ്പ് ചെയ്ത് വെച്ച് ഇതേപോലെ കുത്തിയിട്ടുണ്ട്. നല്ല നീളത്തിലുള്ള കമ്പുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. നമുക്ക് കാണുന്ന രീതിയിൽ 2 ചെറുതും 1 നീളമുള്ളതാണ്. അപ്പോൾ ആ രീതിയിലെടുത്ത് എന്നിട്ട് 3 കൂടി തലപ്പുകൾ ഒന്നിച്ച് ചേർത്ത് വെച്ച് നമ്മൾ അവിടെ ഒരു കെട്ടിയിട്ടുണ്ട്. അപ്പോൾ 3 കമ്പേ കൂടി കയറി വന്നിട്ട് ഒറ്റ ഇതിൽ കൂടി വളർന്ന് കയറിക്കോളും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു താങ് കൂടി കൊടുത്ത് ഒരു കമ്പ് കൂടി നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേ കൂടി എല്ലാം ചുറ്റി പടന്ന് അത് വളർന്നോളും കേട്ടോ. അടിപൊളിയായിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ നിന്നോളും. നിങ്ങൾക്ക് മരങ്ങളൊന്നും തൊട്ടടുത്തില്ലെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്താൽ മതിയാവും. ഇനിയിപ്പോൾ നമുക്ക് തലപ്പ് ഇതിലേക്ക് ചുറ്റാനുള്ള പരിപാടിയാണ്. ഇത് ഇടതുഭാഗത്തൂടി വേണം കയറ്റാൻ വേണ്ടി കണ്ടോ. ഇത് കമ്പിട്ടേക്കുന്നു. ഇവിടാണ് അതിൻ്റെ മൂട് വന്നത്. കമ്പിൻ്റെ ഇടതുഭാഗത്തൂടി വന്നിരിക്കുന്നു. ചെയ്തിട്ടുണ്ടല്ലേ, നമ്മൾ ഇടത്തോട്ട് ചുറ്റി വേണം ഇതെടുത്ത് വരപ്പാൻ. അത് തന്നെ കയറി അങ്ങ് റെഡി ആക്കിക്കോളും ബാക്കി. അപ്പോൾ നമ്മളത് എല്ലാം സെറ്റ് ചെയ്യുന്നു. എല്ലാ തലപ്പുകളും ഇതേപോലെ തന്നെ കയറ്റി ഒന്ന് സെറ്റ് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. ഇത്രയുള്ളൂ ഇതിൻ്റെ അകത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞത്, ഇതിന് മാർക്കറ്റ് വാല്യൂ അങ്ങനെ സെയിൽ വലിയ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ബൈ പ്രോഡക്റ്റായിട്ട് ഇതുവരെ ആകാത്തതുകൊണ്ട് തന്നെ നമുക്ക് കാണുന്നതിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ വാണിജ്യ കൃഷിയായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയൊക്കെ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതേപോലുള്ള ആവശ്യത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമാകുന്നതാണ്. ഒത്തിരി വളവും കെയറും കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്തൊരു സാധനമാണ്. ഇപ്പോൾ നട്ടിരിക്കുന്ന അടിവളം കൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് കിഴങ്ങ് പിടുത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് നടുന്ന സമയം എന്ന് പറയുന്നത് വൃശ്ചികമല്ലേ, വൃശ്ചികത്തിലാണ് ഇത് ശരിക്കും നടന്നത്. നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് നടാം, ഇതിനൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മളിത് വിറ്റുവെച്ച് അല്ലെങ്കിൽ ഒരു വിൽപ്പനയ്ക്ക് വേണ്ടി ഇറക്കാത്തത് കൊണ്ട് തന്നെ ഇതിന് എന്താ പറയുന്നത്, ഈ ഒരു സമയത്ത് മാത്രമേ, ഒരു പർട്ടിക്കുലർ സമയത്ത് മാത്രമേ ഇത് ഇറക്കാവൂ എന്നുള്ള നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇത്തരം കാർഷിക സ്വന്തമായ ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണോട് പ്രസ് ചെയ്യുക. താങ്ക് യു.